ശബരിമലയിൽ പോയി ക്രിസ്ത്യൻ സഭയെ ഒന്നടങ്കം അപമാനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് അദ്ദേഹം പറയാൻ പോലും യോഗ്യനല്ല എന്നാണ് പറഞ്ഞത്. ചുങ്കക്കാരനായ സക്കായിയുടെ വീട്ടിൽ പോയി, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയി, പാപിനികൾക്ക് തൊടാനായിട്ട് നിന്നുകൊടുത്തു, യേശാസ്ത്രീകൾ വന്ന് അവന്റെ കാലിൽ ചുംബിച്ചു, കണ്ണീര് കൊണ്ട് തുടച്ചു, തൈലം കൊണ്ട് പൂശി, മുടി കൊണ്ട് തുടച്ചു. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടായിരുന്നു യേശുവിന്റെ സംസർഗം മുഴുവൻ. അപ്പൊ എന്താണോ യഹൂദമതം ചെയ്തതെന്ന് പറഞ്ഞത് അതെല്ലാം യേശു തന്റെ ജീവിതത്തിനകത്ത് അനുവർത്തിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ആ ജനങ്ങളെ മുഴുവൻ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെ? അല്ലാതെ യഹൂദ മതത്തിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടോ യഹൂദനാക്കാനോ അല്ലല്ലോ. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഏത് മതത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും, ഹിന്ദു ആണെങ്കിലും, ഇനി ബുദ്ധമതമാണെങ്കിലും, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം എന്താ? അവർ ആ ദൈവത്തെ അറിയണമെന്നും ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ ജീവിക്കണമെന്നാ. അപ്പൊ ശബരിമലയിൽ പോയ കുഴപ്പമുണ്ടോ? ഹിന്ദുക്കളെ സ്നേഹിച്ചാൽ കുഴപ്പമുണ്ടോ? ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പൗലൂസിനെ പോയി നിന്ന് പങ്കുകൊണ്ട കുഴപ്പമുണ്ടോ? ഇനി നാളെ മക്കയിൽ പോയാൽ കുഴപ്പമുണ്ടോ?